ഹായ് നിരഞ്ജൻ. ഹായ്. പേര് ശ്രീനാഥനായിരുന്നല്ലേ? ശ്രീനാഥൻ എന്നായിരുന്നു. ഈ നിരഞ്ജനിലേക്ക് വന്നത്? നിരഞ്ജനിലേക്ക് വന്ന് നമ്മുടെ ഫീൽഡിലേക്ക് വരുന്നതിൻ്റെ ആഗ്രഹം നടക്കുന്ന സമയത്ത് എന്താ പറയുക, ഒരാളിങ്ങനെ പറഞ്ഞു പേരൊന്ന് ജസ്റ്റ് മാറ്റി നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ജോൾസൻ വല്ലതാണോ? ജോൾസനല്ല, പുള്ളി ന്യൂമറോളജിയൊക്കെ ഇങ്ങനെ പഠിച്ചു വരുന്ന ഒരു ആളായിരുന്നു. അപ്പം അങ്ങനെ പുള്ളി ഒരു സജഷൻ പോലെ ഇങ്ങനെ വെച്ചു. അങ്ങനെ മിക്ക ആൾക്കാരും അങ്ങനെ ചെയ്യാറുണ്ട്. എനിക്ക് സിനിമയിൽ ഒത്തിരി പേര് അങ്ങനെ പേര് ചേഞ്ചസ് ആക്കി രക്ഷപ്പെട്ടിട്ടുണ്ട്. നിരഞ്ജനും അങ്ങനെ രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടോണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും രക്ഷപ്പെടും. ഫേസ് കണ്ടറിയാൻ രക്ഷപ്പെട്ട ഒരു ഫേസ് തന്നെയാണ്. കാര്യം എന്ന് വെച്ചാൽ എവിടെ നിന്നാലും ഐഡന്റിഫൈ ചെയ്യുന്നൊരു ഫേസ് എന്ന് പറയുന്നത് എൻ്റെ ഫേസിൽ, എൻ്റെ പ്രോസ്പെക്റ്റിൽ വന്നിരിക്കുന്നത് രാത്രിമഴ സീരിയലിലാണ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ തുടങ്ങും. അതിന് മുന്നേ ചെയ്തിട്ടുണ്ട്, ഹിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിലും ആ ഒരു സീരിയലിലൂടെ അല്ലേ 3 മണി ചെയ്ത് രാത്രിമഴ. പറയാം അതിൻ്റെ വിശേഷങ്ങൾ. എൻ്റെ ഫസ്റ്റ് നായകവേഷമായിരുന്നു രാത്രിമഴ. അത് നമ്മുടെ പ്രൊഡ്യൂസർ ബൈജു ദേവരാജ് സാറാണ് അദ്ദേഹം തന്നെയാണ് 3 മണി എന്ന് പറയുന്ന എൻ്റെ ആദ്യ സീരിയലിൻ്റെ പ്രൊഡ്യൂസറായിരുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്ത പ്രോജക്റ്റ്, അതായത് രാത്രിമഴയിൽ എന്നെ കാസ്റ്റ് ചെയ്യുന്നത് ബൈജു സാറാണ്. അങ്ങനെയാണ് എനിക്ക് ആ ഒരു ഭാഗ്യത്തിലേക്ക് വന്നത്. എനിക്ക് അതിൻ്റെ ഫസ്റ്റ് ദിവസമൊന്നും എനിക്കറിയില്ല ഇതെന്താണ്, അല്ലെങ്കിൽ ഇതുകൊണ്ട് നമുക്ക് സംഭവിക്കാൻ ഒന്നും അറിയാതെയാണ് ഫസ്റ്റ് സീനൊക്കെ ചെയ്തത്. പക്ഷെ അത് വൺസ് ടെലികാസ്റ്റ് ചെയ്യുകയും ചെയ്തു. അക്കൂടെ തന്നെ ഞാൻ നമ്മുടെ മനോരമയിൽ വന്ന നോവലായിരുന്നു. അപ്പം മനോരമയുടെ വെബ്സൈറ്റിൽ കയറി കുറേ സാധനം, ഈ അന്ന് നമുക്ക് നോവലൊന്നും കയ്യിലില്ലല്ലോ, അപ്പോൾ അത് നമ്മുടെ വെബ്സൈറ്റിൽ കയറി അത് മൊത്തം ഫുൾ 60 അധ്യായം എന്തോ ഉണ്ട്, അത് ഫുള്ള് വായിച്ച്. അപ്പോൾ ഇങ്ങനെ ഓരോ ഇതിനെപ്പറ്റി കേൾക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര ഇൻസ്പിറേഷനാണ്. ദൈവമേ ഇത് ഇങ്ങനെയൊക്കെയാണല്ലേ ക്യാരക്ടർ. അപ്പം അങ്ങനെ 2-3 തവണയൊക്കെ വായിച്ചിട്ടാണ് പിന്നെ ആ ഒരു ഇതിലേക്ക് വന്നത്. ഈ രാത്രിമഴ എന്ന് പറഞ്ഞൊരു സീരിയൽ, അതൊരു മംഗളത്തിൽ വന്ന അല്ലെങ്കിൽ മനോരമയിൽ വന്നൊരു മാസികയിൽ വന്നൊരു നോവലാണ്. ഈ നോവലിൽ കഥാപാത്രങ്ങളെ വരച്ചു വയ്ക്കും. അതെ. എവിടെയെങ്കിലും നിരഞ്ജന്റെ ഫേസിൽ കഥാപാത്രമായിട്ട് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. നമ്മുടെ റൈറ്റർ മുരളിച്ചേട്ടനായിരുന്നു, മുരളി നെല്ലനാടായിരുന്നു എൻ്റെ റൈറ്റർ. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ട്, അപ്പം ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആരോ ഒരു ആൾ ചെയ്തു തന്നൊരു പോസ്റ്റായിരുന്നു. സീരിയലിൽ വന്ന എപ്പിസോഡിൻ്റെ ഒരു ക്ലിപ്പും ഒരു ഫോട്ടോയും മനോരമ വന്ന ഒരു ഫോട്ടോയും കൂടെ വെച്ചിട്ട് ഒന്നിച്ചാക്കിയിട്ട് ഒരു ഫോട്ടോ തന്നിട്ടുണ്ട്. ഏകദേശം ഒരു സിമിലാരിറ്റി തോന്നിയിട്ടുണ്ട്. ഇപ്പം ആൾക്കാർ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ആദ്യം ഈ രാത്രിമഴ നോവൽ വായിക്കുന്ന സമയത്തൊന്നും അവരുടെ മനസ്സിലൊന്നും എൻ്റെ ഒരു രൂപമേ ഇല്ലായിരുന്നു. ഒരു പല വലിയ ആർട്ടിസ്റ്റുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം പലരും അങ്ങനെയാണല്ലോ, നമ്മളൊരു കഥ വായിക്കുമ്പോൾ നമ്മൾ എന്തായാലും അതിനകത്ത് ഒരാളെ സങ്കല്പിച്ചിട്ടായിരിക്കും നമ്മൾ കഥ വായിച്ചത്. ഇപ്പം മമ്മൂട്ടിയെ വെച്ച് സിനിമ എഴുതുന്നവരുണ്ട്, മോഹൻലാലിനെ വെച്ചിട്ട് എഴുതുന്നവരുണ്ട്. പിന്നെ അത് നടക്കൂല്ലോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷെ എന്നാലും ആ റൈറ്ററെ അല്ലെങ്കിൽ വായിക്കുന്ന ആളുടെ മനസ്സിൽ അതെപ്പോഴും അവരായിരിക്കും. തീർച്ചയായിട്ടും. അപ്പം അങ്ങനെ ചിന്തിച്ചവരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനുശേഷം ഞാൻ വന്നപ്പം ആദ്യം അംഗീകരിക്കാൻ പാടായിരുന്നു, പിന്നെ അംഗീകരിച്ചു എന്നും പറഞ്ഞിട്ടൊക്കെ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പം എൻ്റെ കരിയറിൽ എൻ്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് രാത്രിമഴയാണ്. അത് നമുക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ലല്ലോ ആ ഒരു കഥാപാത്രം. പിന്നെ ഡയറക്ടർ എങ്ങനെയാണ് നിരഞ്ജൻ, അതായത് ഈ നോവലിൽ അതേ കഥാപാത്രം, അതേ ഫേസ്, നിരഞ്ജൻ്റെ ഫേസോട്ട് എങ്ങനെയാണ് ഒരു സിമിലാരിറ്റി അദ്ദേഹം കണ്ടെത്തിയത്? എനിക്ക് അതിനെപ്പറ്റി കറക്റ്റ് അറിയില്ല. പക്ഷെ എന്നാൽ പോലും ഞാൻ പറഞ്ഞല്ലോ 3 മണിയുടെ പ്രൊഡ്യൂസർ തന്നെയാണ് രാത്രിമഴ, ബൈജു സാറ് തന്നെയാണ്. അപ്പം സാറ് തന്ന 2 ഗിഫ്റ്റിലൊന്നാണ് ഈ പറഞ്ഞ രാത്രിമഴ. 3 മണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഏകദേശം എന്നെ അതിൽ നിന്ന് മാറ്റിയിട്ട് സാർ ഇതിലേക്ക്, 2 ഫ്ലവേഴ്സിലായിരുന്നു, ഇതിലേക്ക് എന്നെ കാസ്റ്റ് ചെയ്യുന്നത്. അപ്പം എന്തെങ്കിലും ഒന്ന് സാറ് കണ്ടിട്ടുണ്ടാവും. നമുക്കൊരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് അറിയാൻ പറ്റില്ല ഏത് രീതിയിലാണ് നമ്മളെ കാണുന്നത്, അല്ലെങ്കിൽ ആ കഥാപാത്രവുമായിട്ട് ആപ്റ്റ് ആയിട്ടുണ്ട് എന്നൊക്കെ പിന്നീട് ഇങ്ങനെ ആരൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. ഇമോഷണൽ ഹസ്ബൻഡ് ആയിരുന്നു കഥാപാത്രം. ഭയങ്കരമായിട്ട് ഒരു കാമുകയുണ്ട്, പക്ഷേ കുറച്ച് സിറ്റുവേഷൻസ് പ്രകാരം അയാൾ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചിട്ട് അപ്പം അയാൾക്ക് ആ കാമുകിയെ മറക്കാൻ പറ്റുന്നില്ല. അപ്പം ആ ഭാര്യയ്ക്കും കാമുകിക്കും ഇടയിലുള്ള ഒരു സംഘർഷമുണ്ട്. അതാണ് അതിനകത്ത് നമുക്ക് രണ്ടുപേരെയും പാരലി കൊണ്ടുപോകണം എന്നുള്ളൊരു ചിന്തയായിരുന്നു ആ ഒരു സീരിയൽ വന്നിരുന്നത്. അങ്ങനെയായിരുന്നില്ല. വൈഫിനോട് ആദ്യം ഫസ്റ്റ് നൈറ്റിൽ തന്നെ പറയും, ഇങ്ങനെ തനിക്കൊരു കാമുകിയുണ്ട്, ഇങ്ങനെ ഒരു റിവെഞ്ചിൻ്റെ പേരിലാണ്, ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ടാണ് കല്യാണം നടക്കുന്നത്. അപ്പോൾ അതിനുശേഷം പോലും പുള്ളിക്ക് കഥയുടെ അവസാനം വരെ ഈ പറയുന്ന ഭാര്യ ക്യാരക്ടറിനോടൊരു പ്രേമോ അങ്ങനെ ഒന്നും തോന്നുന്നില്ല. ഇയാൾ ഫുൾ തൻ്റെ കാമുകിയെ മനസ്സിലിങ്ങനെ വിചാരിച്ചിട്ട് ഇങ്ങനെ, അതായത് പറയത്തില്ല നമ്മളെ നീറി അങ്ങനത്തെ ഒരു ടൈപ്പ് ക്യാരക്ടറായിരുന്നു. നെഞ്ചു പൊട്ടി ജീവിക്കുന്ന അങ്ങനത്തെ ഒരു കഥാപാത്രത്തിൽ നിന്ന് മാറുന്ന ഒരു നിരഞ്ജനെ കാണുമല്ലോ. ഒരു അച്ഛനാണ്, ഒരു ഹസ്ബൻഡാണ്. രാത്രിമഴ സീരിയൽ കണ്ട് ആ ഒരു കഥയായിട്ട് ബന്ധപ്പെടുത്തി വൈഫോട് സംസാരിക്കുമ്പോൾ അതുണ്ടെന്നല്ല,
സംസാരിക്കും വൈഫ് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക് ആ ക്യാരക്ടർ ചേർന്നിട്ടില്ല അല്ലെങ്കിൽ അത് ചെയ്ത് കൊള്ളാം എന്നൊക്കെ? തീർച്ചയായിട്ടും പറയുന്നുണ്ട്. ഈ രാത്രിമഴ കഴിഞ്ഞിട്ടാണ് ജസ്റ്റ് എൻ്റെ എൻഗേജ്മെന്റ് നടക്കുന്നത്. അപ്പോഴത്തേക്കും ഓൾറെഡി റണ്ണിങ് ടൈമിലാണ് അങ്ങനെ പെണ്ണ് കാണലും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. ആൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു രാത്രിമഴയിലെ ആ ഒരു ക്യാരക്ടർ. ഇപ്പോഴും പറയും അങ്ങനത്തെ ഒരു ക്യാരക്ടർ, രാത്രിമഴ ക്യാരക്ടർ പോലത്തെ സുധി എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്, അതുപോലെ ഒരെണ്ണം കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ആഗ്രഹം പറയും. കാരണം ഈ എല്ലാവരുടെയും മനസ്സിൽ ഇപ്പം എനിക്കാണെങ്കിലും ഇപ്പം അനീഷിനാണെങ്കിലും നമുക്കൊരു പ്രേമം അല്ലെങ്കിൽ നമുക്കൊരു എല്ലാവരും ആഗ്രഹിക്കുന്ന സ്നേഹമാണ്. അതെ അതെ. അപ്പം എല്ലാവർക്കും ആ ഒരു അളവിൽ കിട്ടുക എന്ന് പറയുന്നത് ചിലപ്പം പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അല്ലല്ല. അപ്പം കിട്ടുന്നത് ഭാഗ്യം എന്ന് വിചാരിക്കുന്നവരുണ്ട്, അപ്പം കിട്ടാത്തതും സങ്കടം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അപ്പം എൻ്റെ അടുത്ത് ഒരു പ്രേക്ഷക ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ജസ്റ്റ് ഒന്നൊരു കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കാമോ, അല്ലെങ്കിൽ സുധി അർച്ചനയെന്ന് വിളിക്കുന്നത് പോലെ എന്നോടൊന്ന് സംസാരിക്കാമോ എന്നൊക്കെ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വൈഫ് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ എപ്പോഴോ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെയാണ് സ്നേഹം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. വൈഫ് എപ്പോഴെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ അതിലൊരു കഥാപാത്രമായിട്ടൊന്ന് ഒരു ഡയലോഗ് പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ ആൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സുധീഷ് എന്നുള്ള ക്യാരക്ടർ. അല്ല, വൈഫിന് മാത്രമല്ല, ഇത് സ്ത്രീ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ സ്ത്രീ സമൂഹം ഉണ്ടല്ലോ, അവർക്കൊക്കെ ഒരു 90% ആൾക്കാർക്കും ഈ സുധി എന്ന് പറഞ്ഞ കഥാപാത്രം കൂടുതലായിട്ട് നെഞ്ചിലേറ്റിയ കഥാപാത്രമായിരുന്നു. അതെ, അങ്ങനെ ആ രീതിയിൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം സുധി അർച്ചനയെ സ്നേഹിക്കുന്ന പോലെ ഒരാളെങ്കിലും ലോകത്തുണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മളും അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്നിരുന്നാൽ പോലും നമ്മുടെ അടുത്ത് ആ ഒരു രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിച്ചു. നിരഞ്ജൻ, ഞാൻ പറയട്ടെ, ഇപ്പോൾ നമ്മൾ വെളിയിൽ ഇറങ്ങുമ്പോൾ നമ്മൾ ആ കഥാപാത്രത്തെയാണ് അവർ കാണുന്നത്. നിരഞ്ജൻ എന്ന് പറഞ്ഞൊരു ജെന്യൂൻ ആയിട്ടുള്ള പേഴ്സണെ അല്ല. അപ്പോൾ ആ കഥാപാത്രത്തെ ബേസ് ചെയ്തായിരിക്കും സംസാരിക്കുന്നത്. തീർച്ചയായും. ഒരു വില്ലൻ കഥാപാത്രമാണ്, നീ എന്തിനാ അങ്ങനെ ചെയ്ത്, മോശമല്ലേ കുട്ടിയോട് ചെയ്ത്, ഇങ്ങനല്ലേ സംസാരിക്കും. രാത്രിമഴ കഴിഞ്ഞ സമയത്ത് ഇറങ്ങുന്ന സമയത്തൊക്കെ സ്റ്റിൽ കഴിഞ്ഞ സമയത്ത് പുറത്തിറങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉപദേശങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ ആരെന്നുള്ള ഭാഗത്ത്? ഞാൻ ഗുരുവായൂരമ്പലത്തിൽ ചെന്ന സമയത്ത് ഒരമ്മ എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പറഞ്ഞു, മോനെ സ്നേഹമാകാം, പക്ഷെ മോനിങ്ങനെ അന്ധമായിട്ട് സ്നേഹിക്കരുത്. അതിപ്പം ജീവിതത്തിലാണെങ്കിലും ഒരാൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റൊരാൾക്കത് താങ്ങാൻ പറ്റില്ല. മോൻ്റെ ഓരോ ഇതും കണ്ടിട്ട് നമുക്ക് ഭയങ്കര സങ്കടം വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് മോൻ അഭിനയമാണെന്നറിയാം, എന്നിരുന്നാൽ പോലും മോൻ അങ്ങനത്തെ സംഭവം ചെയ്യരുത്, മോൻ കരയുമ്പം നമുക്കും വിഷമം വരും എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പം തിരിച്ചെന്തായിരുന്നു റിപ്ലൈ? അത് സീരിയലാണ്? ഞാൻ പറഞ്ഞു, അമ്മ ഞാൻ ആളുടെ അടുത്ത് ഞാൻ സീരിയലാണെന്ന് പറഞ്ഞു, പക്ഷേ എന്നാലും അവരെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റില്ല അതൊരു കഥയാണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളൊരു അമ്മയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ സുധീഷ് എന്ന് പറയുന്ന ആള് ഇന്നും ജീവിച്ചിരിക്കുന്നൊരു വ്യക്തിയാണ്. ഈ അർച്ചന എന്ന് പറയുന്ന ആളും അങ്ങനെ തന്നെ നിൽക്കുന്ന, അവരിപ്പോൾ എവിടെയോ ഉണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഞാനും ആ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ ഞാനും ഇടയ്ക്ക് ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, സുധിയും അർച്ചനയും കുഞ്ഞും എവിടെയെങ്കിലും ജീവിക്കുന്നുണ്ടാവും. ഇപ്പം നമുക്ക് ഒരു ക്യാരക്ടർ എന്നുള്ള രീതി അത് മാറ്റി നിർത്തിയാൽ അതൊരു വ്യക്തി എന്ന് തോന്നിയാൽ അവരിപ്പോഴും ജീവിക്കുന്നുണ്ടാവും. അപ്പം അവർ ആ രീതിയിൽ ചിന്തിക്കുകയാണ്. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു, അതിൻ്റെ ക്ലൈമാക്സിൽ നിങ്ങൾ ഒരുമിച്ചുള്ള കുറച്ച് ജീവിതം കാണിക്കാനായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഭയങ്കര സങ്കടമായിരുന്നു. എന്താ പറയുക, കെട്ടിപ്പിടിക്കുക അനുഗ്രഹിക്കുകയൊക്കെ ചെയ്തിട്ടാണ് അവർ വിട്ടത്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ? ഭയങ്കര സന്തോഷം.